ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ലൈഫിൽ പലരോടും പറയുന്ന മോട്ടിവേഷൻ ടിപ്സിൽ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ അല്ലേ. പക്ഷേ നമ്മളിൽ പലരും അങ്ങനെ ഗോൾസോ ലക്ഷ്യങ്ങളോ ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ലൈഫിൽ പോകുന്നവരുണ്ട്. അവർ സൈലൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമെങ്കിലും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര പവർഫുള്ളാണ്. ഞാൻ പറയുന്നത് നമ്മൾ ഹൗസ് വൈഫുകളെ കുറിച്ചാണ്. ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജോലിയായിട്ട് കണക്കാക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് ഇല്ല അല്ലേ. അതിനങ്ങനെ ഭയങ്കര വാല്യൂ എല്ലാവരും കൊടുക്കുന്ന ഒരു കാര്യമായിട്ടും പലപ്പോഴും തോന്നിയിട്ടില്ല. കാരണം പലരും നമ്മളോട് ചോദിക്കും എന്താ ചെയ്യണേ ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ അതെ ഓക്കെ. പക്ഷേ അതിൻ്റെ ഒരു പേർപ്പസും അതിൻ്റെ ഒരു പവറും മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ തന്നെ കുറച്ചൊന്ന് വിലയിരുത്തിയാൽ മാത്രം മതി. പലരും വിചാരിക്കുന്നത് ലൈഫിൽ വലിയ കരിയർ നേടിയെടുക്കുക, വലിയ അവാർഡ്സ് കിട്ടുക, റെക്കഗ്നിഷൻസ് കിട്ടുക, കരിയറിൽ നല്ല അതായത് പണം സമ്പാദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ലൈഫിൽ ഭയങ്കര പൊസിഷനിൽ എത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ചിലരൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അവർക്ക് നമ്മൾ വിചാരിക്കുന്ന സക്സസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു സന്തോഷം മനസ്സിലുണ്ടാവണമെന്നില്ല. പക്ഷേ ഇതുമൊന്നുമില്ലാത്ത വളരെ സാധാരണമായി ജീവിക്കുന്ന പലരുടെയും ലൈഫിൽ നമ്മൾ സന്തോഷം എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? സക്സസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറുമില്ല. ഇപ്പോൾ ഒരു ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അതിലില്ല അല്ലേ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, സാധാരണ പോലെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, അത് റിപ്പീറ്റഡ് ആയിട്ട് എന്നും ഒരുപോലെയാണ്. മക്കളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതിന് അങ്ങനെ ഭയങ്കര റെക്കഗ്നീഷനോ അതിന് വേറെ ഒരു റിട്ടേണോ ഒന്നും കിട്ടുന്ന കാര്യമല്ല. ഏതെങ്കിലും ഒരു മൊമെൻറ്റിലായാലും നമുക്ക് തോന്നും ഇത് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്, ഇങ്ങനെ ആയിട്ട് എന്താ കാര്യമുള്ളത്. ചില സമയത്ത് നമ്മൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ മക്കളുടെ ബിഹേവിയറിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഞാനിത് എന്താണ് ഇങ്ങനെ ചെയ്തിട്ട് കാര്യം ഉണ്ടായിരുന്നേ എന്നൊരു പോയിൻ്റിൽ എത്തുമ്പോൾ പലപ്പോഴും പല ഹൗസ് വൈഫുകൾക്കും തോന്നുന്ന കാര്യമാണ്. അപ്പോൾ അത് തോന്നുന്ന സമയത്ത് നമ്മൾ ബാക്കിലോട്ട് ചിന്തിക്കേണ്ട കാര്യം, അതോടൊപ്പം തന്നെ അങ്ങനെ തോന്നലില്ലാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രോബ്ലം. അതായത് ഒരു വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിത്തറയിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് പലപ്പോഴും അമ്മമാർ തന്നെയാണ്. എന്നാൽ അതൊക്കെ ചെയ്യണമെങ്കിൽ പോലും അതാരും തിരിച്ചറിയാറില്ല, പെട്ടെന്ന് ആരും അങ്ങനെ പറയാറുമില്ല. ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ മക്കളെയായാലും ഫാമിലിയിലുള്ളവരൊക്കെ ഓർമ്മിപ്പിക്കുന്നതും എല്ലാം നമ്മൾ തന്നെയാണ്. പക്ഷേ പലപ്പോഴും അവർക്ക് അഡ്വൈസ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുമ്പോഴും അവർക്ക് ചില സമയത്ത് കുറേ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മളൊരു ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അതില്ലാണ്ടാവുമ്പോഴാണ് ആ ഒരു കാര്യങ്ങൾ ചെയ്തിരുന്നതിൻ്റെ വാല്യൂ പലപ്പോഴും മനസ്സിലാവുന്നത്. അപ്പോൾ വീട്ടിലിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ സില്ലി ആയിട്ട് തോന്നുന്നത് പോലും ഒരു ഇതിൽ നമ്മളത് ചെയ്യാതാവുമ്പോഴാണ് ആ ഒരു സില്ലി കാര്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്നും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ പലപ്പോഴും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് എന്നും ചെയ്യുന്നൊരു കാര്യമാകുമ്പോൾ അത് ആരും അത്ര ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്തായാലും നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും ഇന്ന കാര്യം അച്ചീവ് ചെയ്യണമെന്ന്. പക്ഷേ നമ്മളൊരു ഹൗസ് വൈഫ് ആകുമ്പോൾ നമുക്കൊരു ലക്ഷ്യങ്ങളില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നുകയാണ് ചെയ്യണേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. നമ്മളെ മക്കളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ക്ഷമയോട് കൂടി പഠിപ്പിക്കും. നമ്മളെന്താണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ കുട്ടി നന്നായി പഠിക്കണമെന്നല്ലേ. അതുപോലെ വീട്ടിൽ ഓരോ കാര്യങ്ങളും ഒതുക്കി വൃത്തിയാക്കി വയ്ക്കുമ്പോൾ നമ്മുടെ വീട് നല്ല ഒതുങ്ങിയിരിക്കണം. വീട്ടിൽ ഓരോ കാര്യങ്ങളും നമ്മൾ സമാധാനം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. അങ്ങനെ പലരും അറിയാതെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളിലോട്ട് നമ്മൾ എത്തിച്ചേരാനാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കരിയറിലുള്ള പോലെ തന്നെ നമുക്ക് ഇതിലും ഗോൾസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പക്ഷേ അതൊരു ജോലിയുടെ പോലെ റെക്കഗ്നിഷനോ അതിന് റിട്ടേണോ കിട്ടാത്ത കാരണം നമുക്ക് ഒരിക്കലും ഇത് അങ്ങനെ ഒരു ഫീൽ കിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ ഹൗസ് വൈഫുകൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണ കാണുമ്പോൾ ഒക്കെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിൽ പോലും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വീഡിയോസ് ആയാലും നിങ്ങൾക്ക് കാണും മോട്ടിവേറ്റിംഗ് ആണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കും പ്രഷറും ഇറിറ്റേഷനും ദേഷ്യമൊക്കെ നമുക്ക് വരും. കാരണം ഒരു വീട് കൊണ്ട് നടക്കാന്നുള്ളതും കുട്ടികളെ മാനേജ് ചെയ്യാന്നുള്ളതും എളുപ്പമുള്ള കാര്യമേ അല്ല. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ ഫുൾ ടൈം വീട്ടിൽ തന്നെ ആകുമ്പോൾ വേറെ ഒരു റിട്ടേണും ഒന്നിനും കിട്ടാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമ്മുടെ ക്ഷമയൊക്കെ നശിച്ചു എന്ന് വരും. എന്നിട്ട് പോലും അതെല്ലാം ഓവർകം ചെയ്ത് ആ കാര്യങ്ങൾ പരമാവധി നന്നായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ ബാക്കിലൂടെ നടക്കുകയാണ് എല്ലാവരുടെയും ഓരോ കാര്യങ്ങൾ ചെയ്തതിൽ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കാണിക്കും. അപ്പോൾ അത് പെട്ടെന്ന് പുറത്തേക്ക് ആർക്കും മനസ്സിലാവണമെങ്കിൽ പോലും നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് വരുന്നത് കുറച്ച് ലോങ് റണ്ണിലായാലും മറ്റുള്ളവരുടെ ആയാലും അത് പുറത്തോട്ട് വരും.
മൂന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളൊരു ഹൗസ് വൈഫ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇന്നും ഒരേ റുട്ടീനാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റുട്ടീൻ മാത്രമല്ല, നമ്മൾ വീട്ടിൽ തന്നെയാണ് കൂടുതൽ സമയം, വീട്ടിലുള്ളവരെ തന്നെയാണ് കൂടുതൽ കാണുന്നത്. ജോലിക്ക് പോകുന്ന പോലെ പുറത്തോട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും ഒരേ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിരിക്കും ആർക്കായാലും മടുപ്പ് വരും. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ റുട്ടീൻ പോലെ അങ്ങനെ പോവാതെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എന്തിനാണിത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ആ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി പ്രോപ്പറായിട്ട് അതിൽ കുറച്ചും കൂടി എക്സ്പേർട്ട് ആവാൻ നന്നായിട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു പർപ്പസ് ഉണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നും ഒരേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമായിട്ട് അത് മാറുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കുകയും ചെയ്യും. കാരണം ചിലപ്പോൾ നമ്മൾ ഹൗസ് വൈഫ് ആവണമെന്ന് വിചാരിച്ചിട്ട് ആയതാവില്ല, പക്ഷേ സാഹചര്യങ്ങളുടെ ഇതുകൊണ്ട് നമ്മൾ ഹൗസ് വൈഫ് ആയി പോയതാവാം. അപ്പോൾ വന്നിരിക്കുന്ന ആ കാര്യത്തിൽ എങ്ങനെ ബെറ്ററായിട്ട് കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ അത് വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്താം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐഡിയാസ് കണ്ടുപിടിക്കാനും കൂടി നോക്കുക. അപ്പോൾ നാലാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റുട്ടീൻ എന്ന് പറഞ്ഞ ലൂപ്പിൽ നിന്നും നമ്മൾ പുറത്തോട്ട് കടന്നിട്ട് നമ്മുടെ ലൈഫിന് ഒരു പേർപ്പസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ എക്സ്പേർട്ട് ആവാനായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ആ കാര്യങ്ങൾ എങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർത്ത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ചെറിയ ചെറിയ ഹോബീസ്, നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും നമുക്കത് തിരിച്ചു പിടിക്കാനായിട്ട് ആ ടൈം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഒരു വീട്ടമ്മയായിന്ന് വെച്ചിട്ട് ഫുൾ ടൈം ഈ അടുക്കളപ്പണി മാത്രം ചെയ്തിരിക്കാതെ എന്താണ് വ്യത്യസ്തമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുക? നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരാം. ഞാൻ നേരത്തെ പറഞ്ഞ ക്രാഫ്റ്റ്, ഹോബീസ്, ഡ്രോയിങ്, അല്ലെങ്കിൽ പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് മുൻപ് കഴിവുള്ളതുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ മറന്നു എടുക്കുന്നുണ്ടായിരിക്കും. ജോലിക്ക് പോകുന്നവർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈം ഇടയിൽ നമ്മൾ നന്നായിട്ട് രാവിലത്തെ പണികളൊക്കെ വേഗം തീർക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ടൈം നല്ല പേർപ്പസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്തൊരു നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടൈം നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടും കൂടി നോക്കുക. നാലാമത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, പലരുടെയും മനസ്സിലൊരു ഇതാണ്, ഞാൻ ലൈഫിൽ സ്റ്റക്കായിപ്പോയി, ഞാനിനി എന്നും ഇങ്ങനെയായിരിക്കും എന്നുള്ള നെഗറ്റീവ് വൈബോട് കൂടി ജീവിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റക്കായി എന്ന് വിചാരിക്കുന്ന മൊമെൻറ്റിലോട്ട് നമ്മളൊരു ഫെയിലിയറായിട്ട് മാറാണ്. നമ്മൾ സ്റ്റക്കായിട്ട് കിടക്കല്ല. നമ്മുടെ മൈൻഡിൽ ആ ഒരു മോട്ടിവേഷൻ ഇല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മുടെ മടിയോ അല്ലെങ്കിൽ കുറേ ജോലികൾ ചെയ്തിട്ടുള്ള ക്ഷീണമോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാവും നമ്മുടെ ലൈഫിൽ നമ്മൾ സ്റ്റക്കായി കിടക്കുന്ന ഒരു ഫീൽ നമുക്കുള്ളത്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ നമ്മുടെ മനസ്സിന് തന്നെ സാധിക്കുള്ളൂ. വേറെ ആർക്കും വന്നിട്ട് എത്ര മോട്ടിവേഷൻ ക്ലാസ് എടുത്താലും എന്തോരം ടിപ്സ് തന്നാലും ഇനി എന്തോരം പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ അത് തോന്നില്ല. സ്റ്റക്ക് അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കുക. നമ്മൾ ചിലവർ കണ്ടിട്ടില്ലേ, ഇതുപോലെ തന്നെ വീട്ടമ്മയായിട്ട് സ്റ്റക്കായിട്ട് കിടക്കുന്ന പലരും പിന്നീട് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ അവരും ഇതുപോലൊരു മൊമെൻറ്റിൽ ചിന്തിച്ച ആ ഒരു മാറ്റം കൊണ്ടായിരിക്കും അവർ അതുപോലെ സക്സസ്ഫുൾ ആയിട്ടുണ്ടാവുക. ആറാമത്തെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ലൈഫ് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഹൗസ് വൈഫുകളുടെ ചിലവരുടെ ലൈഫ് കാണുമ്പോൾ ചിലപ്പോൾ അവരൊക്കെ നമ്മളെക്കാട്ടും കൂടുതൽ ഫെസിലിറ്റീസ് അവർക്ക് ഉണ്ടായിരിക്കാം, അവർക്ക് സാഹചര്യങ്ങളുണ്ടാവാം. അവരെന്ത് നല്ല ലൈഫിലാണ് കിട്ടിയിരിക്കുന്നത്, എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. പക്ഷേ അവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് ഒന്നും നമുക്കറിയില്ല. ചിരിച്ചിരിക്കുന്ന പലരുടെയും പിന്നിൽ കരയുന്ന മുഖങ്ങളുണ്ടാവും, നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് നമ്മൾ ആ കാണുന്നത് മാത്രം കൊണ്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് അവരുടെ ലൈഫൊക്കെ എത്ര ഹാപ്പിയാണെന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പുറത്തോട്ട് കാണുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടാവും മറ്റുള്ളവർക്കും തോന്നുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്തോരം പ്രോബ്ലംസ് ഉണ്ടെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ലൈഫ് കണ്ട് ജഡ്ജ് ചെയ്യാതെ നമ്മുടെ ലൈഫ് നോക്കാനും അതിലെങ്ങനെ ബെറ്റർ ആവാം, ഞാനെങ്ങനെ കുറച്ചും കൂടി എന്നെക്കാട്ടും നന്നാവാം, നമ്മളോട് തന്നെയാണ് കോമ്പറ്റീഷൻ വേണ്ടത്. അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലുള്ളവരോട്, അപ്പുറത്തുള്ള റിലേറ്റീവ്സിനോട്, മറ്റുള്ളവരോടല്ല. എന്നോട് തന്നെ ഞാൻ ഒരു കോമ്പറ്റീറ്റർ ആവാം, ഞാനെങ്ങനെ ബെറ്റർ ആവാം, എന്നെക്കുറിച്ച് മാത്രം നമ്മൾ അപ്പോൾ ആലോചിച്ചാൽ മതി. മറ്റുള്ളവർക്കൂടെ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമുക്കൊരു സന്തോഷം കിട്ടില്ല. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഹൗസ് വൈഫ് ആണെന്ന് പറയുമ്പോൾ എന്താ ജോലി ഇല്ലേ, ജോലിക്ക് പൊക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നവർ വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ കുറേ പേരും ജോലിക്ക് പോകുന്നുണ്ട്. പലപ്പോഴും ഞാനായാലും ഫേസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണത്, ജോലിക്കൊന്നും പോകണില്ലേ, ജോലി ട്രൈ ചെയ്യണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ ചോദിക്കുമ്പോൾ, നമ്മൾ ആരെയും അങ്ങനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ പലരുടെയും പല സാഹചര്യങ്ങൾ കൊണ്ടാവാം ജോലിക്ക് പോകാതെ ചിലപ്പോൾ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നത്. ചിലപ്പോൾ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന മേഖല നമ്മുടെ മക്കളെ നോക്കാനായിട്ട് വേറെ ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹൗസ് വൈഫായിട്ട് തന്നെ ഇരിക്കേണ്ടി വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അസുഖങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ പല ജോലികൾക്ക് പോകാൻ പറ്റാത്തവരാണെങ്കിൽ അപ്പോഴും നമ്മൾ ഹൗസ് വൈഫായിട്ട് ഇരിക്കേണ്ടി വരാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പല സാഹചര്യങ്ങൾ, പ്രായമായ മാതാപിതാക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ വേറൊരാളെ വെച്ചൊക്കെ നോക്കാനുള്ള പ്രയാസം കൊണ്ട് പലരും ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ളവരുണ്ടാവും. അവരോട് വെറുതെ പോയിട്ട് ഇങ്ങനത്തെ ചോദിച്ച് അവരെ വേദനിപ്പിക്കാതെ അവർക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് ചോദിക്കുന്നതാവും ഏറ്റവും നല്ലത്. എല്ലാവർക്കും ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ജോലി എന്ന് പറയുന്ന എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല. അത് ദൈവം ചിലർക്ക് സെറ്റായിട്ട് അത് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് അതായിരിക്കും ദൈവം അവർക്ക് കൊടുത്തേക്കണ റോള്. ചിലപ്പോൾ നമുക്ക് ഹൗസ് വൈഫിൻ്റെ റോളായിരിക്കും. അപ്പോൾ നമ്മളത് ഭംഗിയായിട്ട് ചെയ്യുക. ഇനി നമ്മളൊരു ഹൗസ് വൈഫായിട്ട് ഇരിക്കുകയാണ്, ഞാനിതിൽ സ്റ്റക്കായി കിടക്കാണല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ലോ എന്നൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ പഠനം എല്ലാം കഴിഞ്ഞ് നല്ല രീതിക്ക് പഠിച്ച് മാർക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ് പിന്നെ ജോലിക്കായിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മക്കൾ ഏകദേശം അവർ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഫ്രീ ആയതും
ഞാൻ പിന്നീട് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഇത് പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല, പിന്നെ പതുക്കെ പതുക്കെ പഠിച്ചൊക്കെയാണ് ഇതിലേക്ക് എത്തിയത്. ഒരുപാട് ടൈം എടുത്തു ഇങ്ങനൊരു കാര്യത്തേക്കൊക്കെ എത്തിച്ചേരാനായിട്ട്. എന്നിട്ടും ഞാൻ ആ സമയത്ത് വിഷമിക്കാനൊന്നും പോയില്ല. കാരണം ദൈവം എനിക്ക് എൻ്റെ മക്കളെ ചിലപ്പോൾ നോക്കാനുള്ള ടൈമായിരിക്കും അപ്പോൾ തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ ബേസായ ഒരു കരിയറോ ഒന്നും എനിക്ക് വന്നില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നതിൽ മാക്സിമം നല്ല എഫേർട്ട് എടുത്ത് നന്നായിട്ട് ചെയ്യും. ഇപ്പോൾ ചിലരുണ്ട് അവർ വിചാരിച്ച കരിയറിലേക്കൊക്കെ എത്തിച്ചേരും, പക്ഷെ അതിലൊരു സ്വസ്ഥത ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ. നമുക്ക് മനസ്സമാധാനവും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കാനുള്ളൊരു ഇതുമാണ് നമ്മൾ മെയിനായിട്ട് മുൻതൂക്കം കൊടുത്തത്. അപ്പോൾ ഓരോരുത്തർക്കും ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത് പല കാര്യങ്ങളാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർക്ക് കരിയറിൽ സക്സസ് ആവും, ചിലർക്ക് ഫാമിലി സക്സസ്ഫുൾ ആക്കണം എന്നാവും. അപ്പോൾ അത് ഓരോരുത്തർക്കും ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാരും ഇപ്പോൾ നമ്മൾ ഹൗസ് വൈഫായി പോയി അതുകൊണ്ട് ഞാനിതിൽ സ്റ്റക്കായി ഇനി ഒരിക്കലും ഒരു കരിയർ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ കരിയർ ആദ്യത്തെ പോലെ അത്രയും സൂപ്പർ ആയില്ലെങ്കിൽ പോലും നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു കരിയറിലേക്ക്, ചിലപ്പോൾ നമ്മൾ പഠിച്ച മേഖലയൊന്നും ആവില്ല, നമ്മൾ വിചാരിക്കാത്ത എന്തെങ്കിലേക്കൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് ശ്രമിച്ച് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഞാൻ കുറേ ടൈം എടുത്ത് എത്തിപ്പെടാൻ, അതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്താൽ ചിലപ്പോൾ ഇത്രയൊന്നും വേണ്ട, അതിനെക്കാട്ടും വേഗത്തിൽ എത്തിപ്പെടാൻ പറ്റും. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഒരു ഹൗസ് വൈഫായി പോയില്ല, ആരും ഞാൻ ചെയ്യുന്നത് തിരിച്ചറിയുന്നില്ല, ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ എഫക്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ എന്തായാലും അത് കാണിക്കുന്നുണ്ടാവും. നമ്മുടെ മക്കൾ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, നമ്മുടെ വീട് നന്നായിട്ടിരിക്കുന്നതും നമ്മുടെ ഫാമിലി നന്നായിട്ടിരിക്കുന്നതൊക്കെ നമ്മുടെ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒറ്റ ഇതുകൊണ്ട് തന്നെയാണ്. അപ്പം നമ്മളത് നന്നായിട്ട് ചെയ്യണതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയിൽ കാണിക്കും. അതോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തുക, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ മാത്രം മുഴുവൻ നേരം നോക്കാതെ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുത്തിട്ട് ആ കാര്യങ്ങൾ, ഒരു നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയാൽ ആദ്യം അതിൽ നിന്നും ഒരു പീസ് നമ്മൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുക, അതിനുശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുക, നമ്മുടെ കാര്യം കൂടി നോക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം. ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടി നോക്കിയിട്ട് മാത്രമാണ് എല്ലാവരുടെയും കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാതെ എന്നെ തന്നെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്നെ തന്നെ ഫുള്ള് ഇതാക്കിക്കൊണ്ട് ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. കാരണം അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഞാൻ ഇത്രയ്ക്കൊക്കെ ചെയ്തിട്ടും അവരൊന്നും തിരിച്ച് എനിക്ക് ഒരു ഇതില്ല, എനിക്കും എൻ്റെ സന്തോഷങ്ങളെല്ലാം പോയി എന്ന് പറഞ്ഞ് പരാതി പറയുന്ന പലരും കാണാറുണ്ട്. അതല്ല, ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും നമുക്ക് തന്നെയാണ്. അപ്പോൾ ഞാനെപ്പോഴും എനിക്കൊരു നല്ല ഫുഡ് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പീസ് എക്സ്ട്രാ എനിക്ക് വേണ്ടിയിട്ട്, അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഞാനത് ഉണ്ടാക്കിയോണ്ട് ഒരു പീസ് എക്സ്ട്രാ എനിക്ക് വേണ്ടിയിട്ട് ഞാനെപ്പോഴും മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം എക്സ്ട്രാ ഞാൻ മാറ്റി വയ്ക്കും. എനിക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുക്കാൻ കുറച്ച് എക്സ്ട്രാ ഞാൻ മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെ കെയർ ചെയ്തുകൊണ്ട്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ പണമൊന്നും ആവശ്യമില്ല, നമ്മൾക്ക് നമ്മളെ കെയർ ചെയ്യാൻ നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളെ കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളെയും ഹാപ്പി ആക്കി വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും ഇതിലെ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ലൈഫിൽ എന്തായാലും നിങ്ങൾക്കൊരു സന്തോഷവും പോസിറ്റീവ് വൈബൊക്കെ കിട്ടും. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.